ഈ ചക്കരെന്താ ഇത്രക്ക് ദേഷ്യം? ചെറിയ പിള്ളേർക്ക് ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ചിലപ്പോ ഇഷ്ടപ്പെടില്ലെന്നേ. അപ്പൊ പിള്ളേരെ നമ്മൾ എങ്ങനെയാ വിളിക്കേണ്ടത്? എടാ കഴുതേ, പിള്ളേരെ പിള്ളേരെ എന്നല്ല പിന്നെ എങ്ങനെയാ വിളിക്കുക? സംശയമുണ്ടോ? നമ്മളും ചെറുക്കാന്നല്ലേ വിളിച്ചുള്ളൂ, അതിനെന്താ ഇത്ര ദേഷ്യപ്പെടുന്നേ? എടാ ഹണി, നീ ഒന്ന് തിരിഞ്ഞു നോക്കിയേ, അവൻ പുറകെ വരുന്നുണ്ടോ ഇല്ലേന്ന്. ഇല്ല, ഒരു അമ്പ് പോലെ അവൻ നമ്മുടെ പിറകെ തന്നെ വരുന്നുണ്ട്. സംശയമുണ്ടോ? ആ എഴുന്നേക്ക്, വേഗം ഓട്, അവൻ പുറകെ തന്നെ വരുന്നുണ്ട്. എന്ത് പണിയാണ് നീ കാണിച്ചത്? എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? സർക്കസിൽ ജോലി ചെയ്യേണ്ട കാര്യമില്ല. വേൾഡ് റെക്കോർഡ് ബുക്കിൽ നിങ്ങളുടെ പേര് വരുത്തിക്കണം. സംശയമുണ്ടോ? നിങ്ങളിപ്പോ ചെയ്യുന്നത് എല്ലാരെ കൊണ്ടും ചെയ്യാൻ കഴിയും. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? തല വെച്ച് സൈക്കിൾ ഓടിക്കണോ? കൊച്ചളിയ, അതും നിറയെ പേര് ചെയ്യാറുണ്ട്. നമുക്ക് സൈക്കിളിനെ തന്നെ തലയിൽ വെച്ചോണ്ട് നടന്നാലോ? അയ്യോ, ഹായ് കിറ്റി. ഹായ്. കിറ്റി, എന്തോ വിഷമത്തിലാണല്ലോ നീ. എന്റെ ഡോൾ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ വലുതായെന്നാ പറയുന്നേ? ഇപ്പോഴും അതുപോലെ ഉണ്ടല്ലോ. വലുതായി വലുതായി, ഓ 2 ഇഞ്ചോളം വലുതായി. കുറച്ച് തടിച്ച പോലെയും തോന്നുന്നുണ്ട്. ഹൈറ്റും വെയിറ്റും അല്ല, ഇതിന്റെ വയസ്സ് വളരുന്നു എന്നാണ് പറഞ്ഞത്. ആ, മുടിയും നരച്ചു തുടങ്ങിയിട്ടുണ്ട്. സംശയമുണ്ടോ? എന്റെ ഡോളിനെ വെച്ച് കളിയാക്കിയാണോ? എനിക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കേണ്ട ആവശ്യമില്ല. കിറ്റി, പോപ്പട്ട് പറഞ്ഞത് കാര്യമാക്കല്ലേ, അവനൊരു കഴുതയാ. ഒരു നിമിഷം, കഴുത ഞാനാണ്, ഞാൻ മാത്രം. ആ ശരി ശരി, എന്നാ അവനൊരു മടയനാണ്. കിറ്റി, ദയവ് ഇത് തെറ്റിദ്ധരിക്കരുതേ. അതിരിക്കട്ടെ, ഈ ഡോൾ വലുതാവുന്നത് കൊണ്ട് എന്താണ് പ്രോബ്ലം? ഇതിന് വലിയവരെ പോലെ എന്തെങ്കിലും ചെയ്യണ്ടേ? എങ്ങനെ? എങ്ങനെ എങ്ങനെയെന്ന് വെച്ചാ, എന്നാ നമുക്ക് സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിച്ചാലോ? ആ, ഞങ്ങൾ വലുതായപ്പോ ആദ്യമായിട്ട് പഠിച്ചത് സൈക്കിൾ ഓടിക്കാനാണ്. ഇത് നല്ലൊരു ഐഡിയ ആണ്. ഇനിയിപ്പോ ബൊമ്മ സൈക്കിൾ ഓടിക്കാൻ പഠിക്കാൻ പോവാണ്. ദേ അവിടെയുണ്ട്. തുറന്നു നോക്കിയാലോ, മേഡം എന്താ പെയിന്റ് ചെയ്തിരിക്കുന്നെന്ന്? പിന്നെ വീണ്ടും അത് പൊതിയേണ്ടി വരും. സംശയമുണ്ടോ? വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, മിണ്ടാതെ വരാൻ നോക്ക്. ഇതെന്താ? എടാ ചെറുക്ക, നോക്കിയിട്ട് വേണ്ട ഈ ചവറുകളെല്ലാം ഇടാൻ. സംശയമുണ്ടോ? എടാ, ആരാണ് നീ ചേക്കാന്ന് പറഞ്ഞത്? എന്റെ കൊട്ടയങ്ങ് തിരിച്ചതാ. പിടിച്ചു ചേർക്കാ. ചേക്കാന്ന് പറയുന്നോ? നിക്ക്, ഇപ്പൊ കാണിച്ചു തരാം നിന്നെ.
നീ എന്താണ് ഇറക്കായി കാണിക്കുന്നേ? എടാ തടിയാ, ചെക്കൻ ഞാനല്ല, തന്റെ കുടുംബം മുഴുവൻ ചെക്കന്മാരാ. ഇന്നു തൊട്ട് ഞാൻ ഇനി ഒരു ചെറിയ ചെറുക്കനെ ചെറുക്കാന്ന് വിളിക്കില്ല. എന്താ കാര്യം? ഇവിടെ എന്താ ചെയ്യുന്നേ? എന്റെ ബൊമ്മയുടെ കാൽ ഉളുക്കിയിരിക്കോ, അതിനെ കൊണ്ട് നിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ശരിയാക്കി തരാം. ഞങ്ങൾ അതിന് ചെയ്തോണ്ടിരിക്കയല്ലേ. നിങ്ങളെ കൊണ്ട് പറ്റില്ലടാ കൊച്ചു പിള്ളേരെ, ഞാൻ ശരിയാക്കാം. ബൊമ്മ എനിക്കറിയാം ശരിയാക്കാൻ. ഞാൻ ശരിയാക്കാം. ഞങ്ങൾ അതിന് ചെയ്തോണ്ടിരിക്കയല്ലേ. ഞാൻ ശരിയാക്കും. കിറ്റിയുടെ ബൊമ്മയുടെ കാല് ഞാൻ ശരിയാക്കും. പക്ഷെ ബൊമ്മ ശരിയായി കഴിഞ്ഞു. എന്റെ ബൊമ്മയുടെ കാല് ശരിയായി. താങ്ക് യു. എന്തായാലും നന്നായി, ബൊമ്മ ശരിയായല്ലോ. സംശയമുണ്ടോ? ഇതെന്താ ഇന്ന് കോൺഫ്ലെക്സ് എന്ന് സോർദാർ? ദിവസവും ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. എനിക്കും ബ്രേക്ക് വേണം. ഓ, നിന്റെ ബ്രേക്ക് കാരണം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാതായിരിക്കുകയാണ്. സംശയമുണ്ടോ? കേക്ക് കുട്ടികളെ, ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ്. വൈകിട്ട് 4 മണിക്ക് ഗുഡൂസ് ആർട്ട് ഗാലറിയിൽ പെയിന്റിംഗ് എക്സിബിഷൻ ഉണ്ട്. താങ്ക് യു മാഡം. പക്ഷെ എനിക്ക് പെയിന്റിംഗിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഇല്ല, നിങ്ങളെ നോക്കാൻ വേണ്ടി അല്ല ഞാൻ വിളിച്ചത്. നോക്കാൻ വേണ്ടി അല്ലെങ്കിൽ പിന്നെ അവിടെ പോയി എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എല്ലാവരും എന്റെ പെയിന്റിംഗ് അവിടേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു തരണം. ഓഹോ, അപ്പൊ മാഡം പെയിന്റ് ചെയ്തോ? അങ്ങോട്ട് നോക്കേ, അതായിരിക്കുന്നു. സുൽത്താന്റെ മോനാണ് ബാഡ് മങ്കി. ബാഡ് മങ്കി, ആ ബൊമ്മ തിരിച്ചതാ. ഓ,
ബാലുവൈദ്യരെ, ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വരാനിരിക്കുകയായിരുന്നു. വരുന്നതും പോകുന്നതും ഒക്കെ അവിടെ ഇരിക്കട്ടെ. കുറച്ചു പേര് വരും, കുറച്ചു പേര് പോവും. പക്ഷെ വരുന്നതിനൊക്കെ ഒരു മര്യാദയുണ്ട്. പക്ഷെ നിങ്ങളിപ്പോ വന്നത് മര്യാദയുള്ള വരവാണോ? വരുമ്പോ ഒന്ന് ഫോൺ ചെയ്തിട്ട് വേണ്ടേ വരാൻ? ഞങ്ങൾ ചികിത്സക്കായിട്ട് വന്നതാ. കുഴപ്പമില്ല, ഞങ്ങൾ തിരിച്ചു പോയിട്ട് ഫോൺ ചെയ്തിട്ട് പിന്നെ വരാം. ഓക്കെ? എന്തായാലും വന്നല്ലോ, ഇനി വൈദ്യം ചെയ്തിട്ട് പോയാ മതി. ഇങ്ങോട്ട് വരൂ. ബൊമ്മയുടെ കാല് ഉളുക്കിയിരിക്കുക, അതിനെ കൊണ്ട് നടക്കാൻ വയ്യ. നിങ്ങൾ ഇങ്ങോട്ട് വാ. ബൊമ്മയോടല്ല, നിന്നോടാ പറഞ്ഞത്. ഇങ്ങോട്ട് വരൂ. നിനക്ക് ഞാൻ പോവാ. ആ. ആ, ഇതാ, ഇത് ലേഹ്യമാണ്. ഇത് തേച്ചോളൂ. കാലൊന്ന് നിവർത്തി വെക്കൂ. ബൊമ്മയെ തലകുത്തി വെക്കൂ. കാലിൽ വെയിൽ കൊള്ളണം, തലയിൽ വെയിൽ കൊള്ളാനും പാടില്ല. എല്ലാം ശരിയായിക്കോളും. കിറ്റിയുടെ വീട്ടിൽ നിന്ന് ആരും നിലവിളിക്കുന്ന പോലെ കേട്ടു. കിറ്റി TV സീരിയൽ കാണുന്നതായിരിക്കും. ആ ശബ്ദം കിട്ടിയുടെയായിരുന്നു. സംശയമുണ്ടോ? ഡെയിലി സീരിയലിൽ കിറ്റിയുടെ സൗണ്ട് എങ്ങനെ വരാനാ? ഡെയിലി സീരിയലിൽ ഇതിനിടയ്ക്ക് എന്തിനാടാ കൊണ്ടുവരുന്നത്? കിറ്റിയാ നിലവിളിച്ചത്. എന്തോ പ്രശ്നമുണ്ട്, വരൂ. പ്രോബ്ലം ഇപ്പൊ സോൾവ് ആയില്ലേ? കണ്ടില്ലേ, ഇപ്പൊ ബൊമ്മയ്ക്ക് എവിടെയും പോവാൻ കഴിയും. അതിന് ഇനി നടക്കേണ്ട കാര്യമേ ഇല്ല. എന്ന് വെച്ചാ ജീവിതകാലം മുഴുവൻ എന്റെ ബൊമ്മ വീൽ ചെയറിലിരിക്കണോ? ഇല്ല, നിനക്ക് സോഫയിൽ വേണമെങ്കിൽ അതിന് ഇരുത്താം. എടാ നീ കഴുതയാണ് കഴുത. കിറ്റിയുടെ ബൊമ്മയുടെ ഉളുക്ക് ശരിയാക്കണം. കിറ്റി, ഞാൻ ഈ പെയിൻ കില്ലർ ബാം കൊണ്ട് മസാജ് ചെയ്യാം. വേണ്ട, അങ്ങനെ ചെയ്താ ബൊമ്മയുടെ കാല് നീറും. ബൊമ്മയുടെ കാല് നീറുവോ? നീറുവായിരിക്കും, കാരണം കിറ്റിയുടെ ബൊമ്മയല്ലേ. സംശയമുണ്ടോ? ഇതിന് നമുക്ക് ഡോക്ടർ ബാലുവിന്റെ അടുത്ത് വിളിച്ചോണ്ട് പോകാം. ഇല്ല, അദ്ദേഹം ഇഞ്ചക്ഷൻ ഇടും. എന്നാ നാട്ടുവൈദ്യന്റെ അടുത്ത് കൊണ്ടുപോയാലോ? അദ്ദേഹത്തിന്റെ മരുന്ന് മധുരമുള്ളതായിരിക്കും. ആ, അത് ശരിയാണ്. പോകാം. എന്റെ ഡോൾ താഴെ വീഴും.
എന്തേ വെയിറ്റ് ചെയ്യും? ഥു, ആരും നല്ല മാമ്പഴം വാങ്ങിച്ചില്ലെന്ന് തോന്നുന്നു. ഇത് ചീത്തയായതാ. ഒന്നും പറ്റിയില്ല കിട്ടി, ഒന്നും പറ്റിയില്ല. ആ? ആ, ആ, ആ. ഐ. ആ, ആ. പേടിക്കണ്ട കിറ്റി, നിന്റെ ഡോളിനൊന്നും സംഭവിക്കില്ല, ഞാനുണ്ടല്ലോ. അച്ഛൻ കണ്ടില്ലേ ഏലിയൻ? എന്താ ഇത്? ആ, ആ, രക്ഷിക്കൂ, എന്റെ കാലിതിൽ കുടുങ്ങി. സംശയമുണ്ടോ? നീ രക്ഷിക്കാൻ പോയതാണോ അതോ സ്വയം കുടുങ്ങാൻ പോയതാണോ? പോപ്പട്ട്, നീ ആ സൈക്കിളിനെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുപോവാ. അയ്യാ. ഹണി, നീ ഈ സൈക്കിൾ വേഗം ചവിട്ടാൻ തുടങ്ങ്. വേണ്ട പണി, റിസ്ക് എടുക്കരുത്. അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ ഇപ്പൊ കാണിച്ചു കൊടുക്കാം. ഓ